നമസ്കാരം. ദേശീയ ഗാനത്തെ അപമാനിക്കുന്നത് ആര്? ഈ വിഷയമാണിന്ന് ഞങ്ങൾക്കും പറയാനുണ്ട് ചർച്ച ചെയ്യുന്നത്. രാജ്യസ്നേഹം, ദേശീയത, ദേശീയഗാനം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ഇന്ന് ഒരു വിവാദം ഒളിച്ചിരിക്കുന്നു. ഒഴിവാക്കപ്പെടേണ്ട പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ദേശീയഗാനത്തെ ആദരിക്കണമെന്ന കാര്യത്തിൽ രണ്ട് അഭിപ്രായമുണ്ടാകില്ല. എന്നാൽ ഏതൊക്കെ വേദികളിൽ ദേശീയഗാനം ആലപിക്കപ്പെടണം, ഏതൊക്കെ സന്ദർഭങ്ങളിൽ ആയിരിക്കണം ദേശീയഗാനം ആലപിക്കപ്പെടേണ്ടത് തുടങ്ങിയ വിഷയങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ഇക്കാര്യങ്ങളിൽ ഒരു വിഭാഗം നടത്തിയ പ്രതിഷേധങ്ങൾ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വിരുദ്ധമാണോ? അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതാണോ ദേശീയ ഗാനത്തോടുള്ള ആദരവ്? മറ്റൊന്ന്, ദേശീയത ഒരു രാഷ്ട്രീയ നേട്ടമായി ഉയർത്തിക്കാട്ടുന്നത് ശരിയാണോ? തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് പ്രേക്ഷകരുടെ പ്രതികരണം തേടുകയാണ് ഈ ആഴ്ച ഞങ്ങൾക്കും പറയാനുണ്ട്. ഈ വിഷയത്തിൽ അതിഥികളായി എത്തിയിരിക്കുന്നത് ഡീൻ കുര്യാക്കോസ്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, സനൽകുമാർ ശശിധരൻ സംവിധായകൻ, അഡ്വക്കേറ്റ് വെങ്ങാനൂർ ശിവശങ്കരൻ, കെ വി രാജശേഖരൻ, വിചാരകേന്ദ്രം. ദേശീയഗാനം മുമ്പ്, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സമയങ്ങളിൽ ദേശീയഗാനത്തോടുള്ള അനാദരവുണ്ടാകുന്നു, അല്ലെങ്കിൽ അതൊരു വിഷയം ഉണ്ടാകുന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ദേശീയതയെ അല്ലെങ്കിൽ ദേശീയഗാനവുമായി ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ ഒരുപക്ഷെ അത് അനാവശ്യമാണോ, അല്ലെങ്കിൽ അത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു? ദേശീയത എന്നത് സങ്കുചിത രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ആരുപയോഗപ്പെടുത്താൻ ശ്രമിച്ചാലും അത് അംഗീകരിക്കാനാവില്ല, അത് കുറ്റകരമാണ്. ഇവിടെ ദേശീയഗാനവുമായി ബന്ധപ്പെട്ട് അതുതന്നെയാണ്. ദേശീയഗാനം അതുപോലെ ഈ രാജ്യത്തിൻ്റെ ദേശീയത വളർത്തുന്നതിന് വേണ്ടി ഏതെല്ലാം ബിംബങ്ങളാണോ ഇന്ന് നിലനിൽക്കുന്നത് അതിനോട് അനാദരവ് പ്രകടിപ്പിച്ചാലും നമുക്ക് ആ വിധത്തിൽ തന്നെ അതിനെ അംഗീകരിക്കാനാവില്ല. അത് RSSും സംഘപരിവാറും അവർ കുറേ കാലങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സങ്കുചിത രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. മറുവശത്ത് നിയമമറിയുന്ന ആളുകൾ, ഈ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥിതിയെ അംഗീകരിക്കാൻ ബാധ്യതയുള്ളവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഏത് വേദിയിലാണെങ്കിലും അതിനോട് തികഞ്ഞ അനാദരവ് പ്രകടിപ്പിക്കുന്നതും നമുക്ക് അംഗീകരിക്കാനാവില്ല. ദേശീയത, ദേശീയഗാനം ഇതൊക്കെ ഒരു വിഭാഗത്തിൽ മാത്രമുള്ളതാണോ? നമ്മളെ ആരെങ്കിലും ദേശീയത പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ചുമതല RSSോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘപരിവാർ സംഘടനകളോ ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ? രണ്ട് ആസ്പെക്റ്റാണ് ഉള്ളത്. ദേശീയത ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്ത് കാര്യമാണെങ്കിലും ദേശീയത, ദേശീയ സങ്കല്പം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഏത് കാര്യത്തിലാണെങ്കിലും സമൂഹവും രാഷ്ട്രവും ദേശവും ലോകവും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് വഴിവിട്ട് പോകുമ്പോൾ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ആരെങ്കിലും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വഴിവിട്ട് പോകുമ്പം അത് കാണിച്ചു കൊടുക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആ കൂട്ടത്തിൽ ഒരു പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത്, ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ ശക്തമായിട്ട് പറഞ്ഞു, ഈ ഉണ്ടായ ഇൻസിഡൻറ്റിൽ താല്പര്യമില്ലാത്തൊരു അങ്ങോട്ട് വരിക വേണ്ട എന്ന് പറഞ്ഞു. ഇതിനകത്ത് യാതൊരു സങ്കുചിത്വം കാണിക്കാതെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൂടെ ഒന്നിച്ച് നിന്നിട്ട് ഈ കാര്യത്തിൽ ഇടപെടുകയായിരുന്നെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരുന്നു. അതിന് പകരമായിട്ട് ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മാന്യ സുഹൃത്ത് ഡീൻ കുര്യാക്കോസ് ഉടനെ കൊണ്ടുവരാൻ ശ്രമിച്ചത് RSSും പ്രസ്ഥാനങ്ങളും സംഘപരിവാരമാണ്. അതിനകത്ത് അർത്ഥമില്ല. ആരും പറയാത്തപ്പോൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതാർക്കും പറയാമായിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഒരു വ്യത്യാസത്തിൻ്റെ ആവശ്യമില്ല. കൃത്യമായിട്ട് ഈ കാര്യത്തിന് വേണ്ടി എല്ലാവരും പ്രതികരിക്കണമായിരുന്നു. ആരെങ്കിലും പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ തെറ്റ്, പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് ശരി. അതാണ് എനിക്ക് പറയാനുള്ളത്. ഏത് സന്ദർഭത്തിലായിരിക്കണം ഒരു ദേശീയഗാനം ആലപിക്കപ്പെടേണ്ടത്? ആ സന്ദർഭത്തെ ആണ് നമ്മൾ പ്രധാനമായും കാണുന്നത്. എല്ലാ സന്ദർഭങ്ങളിലും ഇപ്പോഴും ദിവസം മുഴുവൻ ഇങ്ങനെ ദേശീയഗാനം ആലപിച്ചുകൊണ്ടിരുന്ന അപ്പോഴെല്ലാം എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമോ എന്നും തുടങ്ങിയിട്ടുള്ള പല ചോദ്യങ്ങളും ചർച്ചകളും ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്. നമുക്കൊരുപക്ഷെ 52 സെക്കൻഡ് എഴുന്നേറ്റ് നിന്നാൽ അവിടെ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ? അല്ല, ഇത് 52 സെക്കൻഡോ 54 സെക്കൻഡോ ഒന്നും വിഷയമല്ല. ഇപ്പോൾ നമ്മൾ എണീറ്റ് നിൽക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എണീറ്റ് നിൽക്കുന്നത് കൊണ്ട് തീരുന്ന കാര്യമല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് പോകാതെയാണ് ആളുകൾ ഉന്നയിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ദേശീയത എന്ന് പറയുന്നത് ആരുടെയും, ദേശീയ ഗാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദേശീയ പതാക എന്നൊക്കെ പറയുന്ന ദേശീയ ബിംബങ്ങൾ ആരുടെയെങ്കിലും ദേശീയതയുടെ ഒരു ദേശീയ വികാരത്തിൻ്റെ ഒരു അളവ് പോലായിട്ട് ഉപയോഗിക്കേണ്ട സംഗതിയല്ല. അവിടെ തന്നെ തെറ്റാണ്. ദേശീയഗാനം പാടുമ്പോൾ എണ്ണീറ്റ് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അയാൾ ദേശസ്നേഹിയാണോ ദേശദ്രോഹിയാണോ എന്ന് നോക്കുക, എന്നിട്ട് കൂടെ ഇരിക്കുന്നവർ അയാളെ തല്ലുക. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ബിംബങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജനതയെ മുഴുവനും ഒന്നിച്ച് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇപ്പം നടന്നു വരുന്ന സംഭവങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ IFFKയിൽ നടക്കുന്നതല്ല. ചെന്നൈയിൽ ഒരു കുടുംബത്തെ ഒരു ജനക്കൂട്ടം മുഴുവനും ആക്രമിച്ചു. ബോംബെയിൽ മുസ്ലിം ആയിട്ടുള്ള ഒരു ഫാമിലിയെ ഈ പറഞ്ഞതുപോലെ
ഒരു മുസ്ലിം ഫാമിലി മുഴുവൻ ഒരു ജനക്കൂട്ടം ആക്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് ജനക്കൂട്ടം നിയമം കയ്യിലെടുക്കുകയും അത് നടപ്പാക്കാൻ മുന്നോട്ട് വരികയും ഞങ്ങളാണ് കൂടുതൽ ദേശീയ വികാരമുള്ള ആളുകൾ, നിങ്ങൾ ദേശദ്രോഹികളാണെന്ന് ആരെങ്കിലുമൊക്കെ ആരോപിച്ച് സത്യം പറഞ്ഞ ഒരു വിഭജനം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി ദേശീയ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് പ്രഥമമായിട്ട് എതിർക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അനൗചിത്യമായ ഉചിതമല്ലാത്ത വേദികളിൽ ദേശീയ ഗാനം പോലെയുള്ള കാര്യങ്ങൾ ആലപിക്കണമെന്ന് നിർബന്ധിക്കുകയും അവിടെ എണീറ്റ് നിന്നുകൊള്ളണമെന്ന് പറയുകയും അതിൽ എന്തെങ്കിലും ഒരു അസ്വാരസ്യം ഉണ്ടാകുമ്പോൾ ജനക്കൂട്ടത്തിന് നിയമം കയ്യിലെടുക്കാനുള്ള അവസരം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഈ വിധിയെ നമ്മൾ എതിർക്കുന്നത്. അല്ലാതെ ഇതിലാർക്കും 52 സെക്കൻഡ് എണീറ്റ് നിൽക്കുന്നതിലോ അല്ലെങ്കിൽ ദേശീയ ഗാനത്തെ ആദരിക്കണമെന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു സംശയമില്ല. എപ്പോൾ ഒരു സംശയം ഉയരുകയാണ്, നമ്മുടെ ദേശീയ ഗാനം എപ്പോൾ ആലപിക്കപ്പെടണം, എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിനകത്ത് ഒരു ആക്റ്റ് ഉണ്ട്. സുപ്രീം കോടതി ഇൻഹറൻ്റായിട്ട് അത്തരമൊരു ഇടപെടൽ നടത്തേണ്ട സാഹചര്യം ഇപ്പോൾ ഇന്ത്യയിലുണ്ടോ? അതോ സനൽസസ്യരം പറഞ്ഞ പോലെ ദേശീയത അല്ലെങ്കിൽ ഐക്യദാർഢ്യം ഉണ്ടാകുന്നതിന് പകരം വിഭജനം ഉണ്ടാക്കുന്ന തരത്തിലേക്കാണോ ഇത് കൊണ്ടെത്തിക്കുന്നത്? ആർട്ടിക്കിൾ 32 അനുസരിച്ച് ഏത് സമയത്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഒരു പൊതു താല്പര്യ വിഷയമോ അല്ലെങ്കിൽ പ്രാധാന്യമുള്ള വിഷയത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാം. അത്തരത്തിലാണ് ഇപ്പോഴും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇദ്ദേഹം അതിനകത്തൊരു നിയമം നിലവിലുണ്ട്, പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണേഴ്സ് ആക്ട് എന്നാണ്. 1971 വന്നു, 2005 അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ആ നിയമപ്രകാരം സെക്ഷൻ 3യുടെ വയലേഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കൊണ്ടുവരാം. ഇപ്പോൾ കേരള പോലീസ് എടുത്തിരിക്കുന്ന 188 എന്ന് പറഞ്ഞാൽ നിൽക്കാത്ത വകുപ്പാണ്. 188-നുള്ളിൽ ഈ പറയുന്ന കേസിലെ പ്രതികളെ നിലനിർത്താൻ പോലീസിന് വലിയ ബുദ്ധിമുട്ട് വരും. എന്നാൽ സെക്ഷൻ 3 അനുസരിച്ചാണ് കേസെടുത്തെങ്കിൽ കൃത്യമായി ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാൻ പോലീസിന് കഴിയുമായിരുന്നു. അപ്പോൾ വകുപ്പുകൾ വേറെയുണ്ട്. അതിനകത്ത് ഡിസ്റെസ്പെക്ട് അല്ലെങ്കിൽ ഡിസൊബീഡിയൻസ് അല്ലെങ്കിൽ പ്രോപ്പർ ബിഹേവിയർ അല്ല എന്ന് പറയുന്നത് ഇദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാം സാഹചര്യവും സന്ദർഭവും നോക്കിയിട്ടാണ്. ശ്രീ കെ വിരാശരൻ, ഒരുപക്ഷേ ഇവിടെ ആർക്കും ദേശത്തോടോ രാജ്യത്തോടോ ഒന്നും എതിർപ്പില്ല. അത് പെട്ടെന്ന് അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള ആ തീരുമാനത്തോടുള്ള ജനാധിപത്യപരമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവർ പ്രകടിപ്പിക്കുന്നു. അവരെ ദേശവിരുദ്ധരായി കാണേണ്ട കാര്യമില്ല. ദേശവിരുദ്ധരായി കാണണമെന്നുള്ളതല്ല ചോദ്യം. പ്രതിഷേധം ആണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഉത്തരം പ്രതിഷേധമാണെന്നുണ്ടെങ്കിൽ പ്രതിഷേധം ചെയ്യാൻ നമ്മളിപ്പം ബസ് വിക്കറ്റ് ചെയ്യാൻ പോകാറുണ്ട്, സെക്രട്ടേറിയറ്റ് വിക്കറ്റ് ചെയ്യാൻ പോകാറുണ്ട്, സെക്രട്ടേറിയറ്റ് വളയാൻ പോകാറുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പം പോകുന്ന ആളുകൾ എന്താണ് ഇതിൻ്റെ കോൺസിക്വൻസ് എന്ന് അറിഞ്ഞാൽ പോവുക. അങ്ങനെയാകുമ്പോൾ നിയമ നടപടി വരുമ്പോഴത്തേക്ക് അന്നേരം അതിന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. പ്രതിഷേധമാണെങ്കിൽ പ്രതിഷേധമാണെന്ന് പറഞ്ഞിട്ട് ചെയ്യൂ, എന്നിട്ട് അതിൻ്റെ കോൺസിക്വൻസിനെ ഫേസ് ചെയ്തു. പിന്നെ അനാദരവിൻ്റെ കാര്യം പറഞ്ഞു. അനാദരവിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ കൃത്യമായും അനാദരവിനെ സംബന്ധിച്ച് നിയമവിദഗ്ധൻ പറഞ്ഞതുപോലെയുള്ള ക്ലോസസ് ആക്ടിനകത്തുണ്ട്. 974 ആക്ട് വളരെ കൃത്യമാണ്. ദേശീയഗാനം മാത്രമല്ല, ദേശ പതാകയും അവിടെ രാഷ്ട്രപതാകയും അവിടെ പ്രദർശിപ്പിക്കുന്ന സാഹചര്യത്തിൽ ചെയ്യേണ്ട നിബന്ധനകൾ കൃത്യമായും പറഞ്ഞിട്ടുണ്ട്. വയലേറ്റ് ചെയ്താൽ ആക്ഷൻ ഉണ്ടാവും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രതിഷേധിക്കുകയാണെങ്കിൽ പ്രതിഷേധിക്കട്ടെ, പക്ഷെ പ്രതിഷേധിക്കുകയാണെങ്കിൽ കോൺസിക്വൻസോടെ ഫേസ് ചെയ്യാൻ തയ്യാറായിക്കൊള്ളുക. ഈ സംഭവം ഉണ്ടായതിനു ശേഷം BJPയുടെ യുവമോർച്ച എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുകയും അവിടെ മുദ്രാവാക്യമായി ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ ദേശീയ ഗാനത്തെ ആദരിക്കുകയാണോ അതോ അപമാനിക്കുകയാണോ? ഇത്തരം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും എടുത്ത് പന്താടാനുള്ള ഒന്നാണോ ദേശീയ ഗാനം? ഈ ചോദ്യത്തിനോട് എനിക്ക് പ്രത്യേക നന്ദിയുണ്ട്. കാരണം ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ വക്രദൃഷ്ടി കണ്ടു. അങ്ങനെയാണ് ആ സീൻ ഞാൻ കാണുന്നത്. അവർ വേറെ പ്രകടനം നടത്തിയ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനില്ല. അവരുടെ കാര്യത്തിന് യുവമോർച്ചയുടെ കാര്യത്തിന് BJPയുടെ കാര്യം ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനുമല്ല. എങ്കിലും കൃത്യമായി അറ്റൻഷനായിട്ട് നിന്ന് അവർ ദേശീയഗാനം പാടുക ചെയ്ത് അതിനകത്ത് ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല.